താമസിച്ചിരിക്കുന്നു. അവന്റെ ഒരു കത്ത് വന്ന വേണം ഞാൻ പറയായിരുന്നു. ഓ കത്തോ? ആ കത്തോ എന്ന് വെച്ചാൽ അത്ര നിസ്സാരമായി പോയോ? ഇരിക്കുന്നു, വായിച്ചു നോക്ക്. നിങ്ങൾ വായിച്ചതല്ലേ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ജഗദീഷും പെമ്പറന്നൂരുമായിട്ട് വഴക്കുണ്ടായി. പെമ്പറന്നൂരും പിണങ്ങി വീട്ടിൽ പോയി. ഇപ്പൊ ജഗദീഷ് ഒറ്റയ്ക്കകത്ത് താമസം. നമ്മൾ ഇടപെട്ട് പെണ്ണിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കണം. സംഗതിക്ക് സംഭവം ഈ പെണ്ണെന്തിനാ വഴക്കൂടി വീട്ടിൽ പോയത്? പെണ്ണായതുകൊണ്ട്. വളരെ ശരിയാ. ഒരു പ്രാവശ്യമെങ്കിലും ഭർത്താവിനോട് പിണങ്ങി വീട്ടിൽ പോകുകയോ പോകാൻ ഒരുങ്ങുകയോ ചെയ്യാത്ത ഒരു പെണ്ണല്ലെന്നാ വിദ്വാൻമാർ പറഞ്ഞിരിക്കുന്നു. ഞാൻ എത്ര പ്രാവശ്യം പിണങ്ങി പോകാൻ ഒരുങ്ങിയിട്ടുള്ളത്? അയ്യോ, ഞാൻ പെണ്ണിന്റെ കാര്യമാ പറഞ്ഞത്. ഞാൻ പിന്നെ ആരാണോ? അല്ല കൊച്ചമ്മയെ ഞാൻ കൊച്ചമ്മയെന്ന് വിളിക്കുന്നെങ്കിലും കൊച്ചമ്മയെന്ന് വിളിക്കുന്നെങ്കിലും കൊച്ചമ്മ ഒരു വല്യമ്മയല്ലേ ഇവിടെ എന്തിനാണ് ദൂരുന്നത്? ഉള്ള കാര്യം പെട്ടി തുറന്നപ്പോഴാ ഞാനാണ് ഇതിനെ രക്ഷിച്ച ഓർമ്മ വേണം. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. അതാണ് നമ്മുടെ സ്ഥലം. അമ്മ പറഞ്ഞ് ശരി തന്നെ. മൊട്ടത്തറ അനുഭവിച്ചോ? അനുഭവിക്കാൻ എന്ത് ചെയ്യും? ഏതായാലും ഇവിടെ പ്രകൃതിയുമായി ഒന്ന് മല്ലിട്ട് നോക്കുക തന്നെ. അപ്പോ അങ്ങനെ നിങ്ങളുടെ പ്രതിനിധിയായി ഞാനും ഇന്നത്തെ ഈ അധ്യക്ഷനായ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു ചില സുഹൃത്തുക്കളും കൂടി കളക്ടറെ കാണുകയുണ്ടായി. നമ്മൾ സമാധാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ നദിയിൽ നിന്നും ഒരു തോട് വെട്ടി നമ്മുടെ സ്ഥലങ്ങളിലേക്ക് വെള്ളം പായിക്കാനുള്ള ചിലവിന്റെ 2/3 ഭാഗം സർക്കാർ തരാമെന്ന് ഏറ്റിരിക്കുകയാണ്. അങ്ങനെ തലമുറയായി തരിശായി കിടക്കുന്ന ഈ ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള പരമാർത്ഥം നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ഗ്രാമത്തിന്റെയും ഇവിടുത്തെ കർഷകന്റെയും അഭിവൃദ്ധിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പദ്ധതി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇനി ശ്രമദാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ തയ്യാറാണ്. ഇനി ഒന്നും നോക്കാനില്ല. തോട് വെട്ടിപ്പോകാനുള്ള വസ്തു ഉടമകളുടെ സമ്മതപത്രം കൂടി വാങ്ങി കളക്ടർക്ക് കൊടുത്താൽ കാര്യങ്ങൾ എത്രയും വേഗം ശരിയാക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കും. ഡെപ്യൂട്ടേഷൻ ആണല്ലേ? അതെ. ആ തോടിന്റെ കാര്യമായിരിക്കും. ആപ്ലിക്കേഷൻ ഫയൽ കണ്ടു. സമാധാനത്തിന് ഒരുക്കമെന്ന് പഞ്ചായത്തിൽ നിന്ന് തീരുമാനമെടുത്ത് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അതിവിടെ കിട്ടി. ഇത് സ്ഥലോടമകളുടെ സമ്മതപത്രങ്ങളാ. ശരി. ഇത് ഞങ്ങളുടെ മാസ് പെറ്റീഷൻ. ഓഹോ. ശരി. തോട് വെട്ടാനുള്ള സാങ്ഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും. ഇനി വ്യക്തിപരമായി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. ഇനി ഒരു ചെറിയ സഹായം കൂടി ചെയ്തു തരണം. എന്താണ് പറയും? ഞങ്ങളുടെ ഈ ശ്രമദാനം ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. ഇതെനിക്ക് കിട്ടുന്ന ഒരു വലിയ ബഹുമതിയാണല്ലോ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. അച്ഛനെന്തിനാ എവിടെ വിളിച്ചോണ്ടേ? ഞങ്ങൾ അവളെ വിളിച്ചോണ്ടോന്നല്ല, അവള് ഞങ്ങളെ വിളിച്ചോണ്ടോന്നു. ഞാൻ ഇവിടെ നിങ്ങൾക്ക് വിവാഹം കഴിക്കുന്നതിന് നിന്റെ വീട്ടിൽ താമസിച്ചാണോ അവളെ വീട്ടിൽ താമസിച്ചാണ്? അവൾ പിണങ്ങിപ്പോയതല്ലേ? പിണങ്ങിപ്പോയ പുരുഷ നീ ഭർത്താവാടാ. ഇവിടെ കിടക്കേ ഒരു തല്ല് തല്ലിയപ്പോൾ അവൾ അവളുടെ വീട്ടിൽ പോയുണ്ടല്ലോ. തല്ലി അവളെ അവിടെ കിടത്തണം. മാറാൻ ആണുങ്ങള്. ആണുങ്ങളുടെ കാര്യം പറഞ്ഞല്ലേ ഞാൻ. നീ വെറുതെ ഗർഭിക്കുന്നത്. മണ്ടക്കാരെ, ഒരു ഭാര്യ പിണങ്ങി വീട്ടിൽ പോയി എന്ന് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ കഴിവ് കുറവാണെന്നും പറഞ്ഞ പല കഥകളും കെട്ടിച്ചെടുത്തു. ആ ഒരു നാളെക്കട. അവൾ എന്തിനാ പിണങ്ങിപ്പോയെന്ന് വെച്ചാൽ അറിയാം. എല്ലാം ഞാൻ ചോദിച്ചറിഞ്ഞു. അവളെ കൊല്ലേണ്ടത്. എന്നാലേ ഇന്ന് നിന്നോടൊരു കഥ പറയാം. അവള് പിണങ്ങിപ്പോയ വിവരം എന്നെ എഴുതി അറിയിച്ചത് നമ്മുടെ സേതുവാണ്. സേതുവായിരുന്നു? എനിക്ക് സേതുവിനെ ഒന്ന് കണ്ട് പഴയ കാര്യത്തിന് ഒരു മാപ്പ് പറയണം, ഒരു നന്ദി പറയണം. പക്ഷെ അവനിപ്പോ പഴയ സേതുവൊന്നുമല്ല, വലിയ നേതാവാണ്.